ആദ്യം നമുക്ക് വിശദമായി മഴ തന്നെ നോക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അതായത് വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. വിശദമായി ഈ ജില്ലകളിലേക്ക് പോയാൽ കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞു, നിരവധി വീടുകളിൽ വെള്ളം കയറി. കാഞ്ഞങ്ങാട് അരയിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ആറങ്ങാടി അരയി വഴി ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്ന പുഴകൾ നിറഞ്ഞൊഴുകുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് ശക്തമായ മഴയിൽ കുന്തിപ്പുഴ കരകവിഞ്ഞു. കട്ടപ്പന കൊച്ചുതോവാളയിൽ കനത്ത മഴയിൽ പാറ അടർന്നു വീണ് വീട് തകർന്നു. കൊച്ചുതോവാള സ്വദേശി ജോസിന്റെ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന വലിയ പാറയാണ് അടർന്നു വീണത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നേ. നിന്നപ്പം ശകലിച്ച മണ്ണ് വന്നപ്പം ഞാൻ അങ്ങോട്ട് കയറാമെന്ന് വെച്ച് ഈ വള്ളി പടുത അങ്ങോട്ട് ഈ ഓസലോട്ട് മണ്ടയിലോട്ട് കെട്ടാമെന്ന് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ നേരം കൊണ്ട് മുറിക്കാത്ത ചെന്നു. ഞാൻ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അപ്പോൾ കൊച്ച എന്നോട് പറഞ്ഞു, മരയത്ത് അമ്മ എന്നാ കാണിക്കുവാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങോട്ട് മാറുകയും ഇത് വീഴുവാൻ കൂടെ ഒരുപോലെ ആയിരുന്നു. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ, കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ്, കാസർഗോഡ് നിന്ന് KV ബൈജു, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, ഇടുക്കിയിൽ നിന്ന് സാഗർ. അങ്ങനെ വിവരങ്ങളുമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്ക്. സാരംഗ്, ഇന്നിപ്പോൾ സംസ്ഥാനത്ത് 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ബാക്കി 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. പൊതുവെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഈ മഴ ഇതുപോലെ തന്നെ നിലനിൽക്കുമോ? തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കർണാടകയുടെ ഭാഗത്ത് നിൽക്കുന്ന ഇരട്ട ചക്രവാത ചുഴിയാണ് ഇത്തരത്തിലൊരു കനത്ത മഴയ്ക്ക്, കേരളത്തിലുടനീളമുള്ള ഒരു കനത്ത മഴയ്ക്ക് കാരണമായി വരുന്നത്. മാത്രമല്ല, ഈ ചക്രവാത ചുഴി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ഒറ്റപ്പെട്ട കനത്ത കാറ്റ് നല്ല രീതിയിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ കേരളത്തിലുടനീളം പല രീതിയിലാണ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും നല്ല രീതിയിലുള്ള മഴ കേരളത്തിലുടനീളം ലഭിക്കുന്നുണ്ട്. മൺസൂൺ സാധാരണഗതിയിൽ തെക്കൻ ജില്ലകളിൽ നിന്ന് ആരംഭിച്ച് വടക്കൻ ജില്ലകളിലേക്കാണ് സാധാരണ രീതിയിൽ വരാറ്. പതിവിന് വിപരീതമായി ഇത്തവണ വടക്കൻ ജില്ലകളിലാണ് ഇത്തവണ മൺസൂൺ വളരെയധികം കനത്ത രീതിയിൽ അനുഭവപ്പെടുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കർണാടകയുടെ ഭാഗത്ത് രൂപപ്പെട്ട ഇരട്ട ചക്രവാത ചുഴിയും അതുമായി ബന്ധപ്പെട്ടുള്ള മഴയുമാണ്. തെക്കൻ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ അത്ര രീതിയിലുള്ള വലിയ രീതിയിലുള്ള മഴ അനുഭവപ്പെട്ടിട്ടില്ല. മാത്രമല്ല, തെക്കൻ ജില്ലകളിൽ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് യെല്ലോ അലേർട്ട് ഒക്കെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ മാസം മെയ് മാസത്തിന്റെ പകുതിയിൽ അനുഭവപ്പെട്ട കനത്ത മഴയും കാറ്റിലും ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ പോലെ അത്തരത്തിലുള്ള ഭീകരമായ ഒരു അന്തരീക്ഷം നിലവിൽ തിരുവനന്തപുരം ജില്ലയിലില്ല. കാര്യമായ കേടുപാടുകളും മറ്റും ഉണ്ടായിട്ടുള്ളത് തീരദേശ മേഖലകളിലാണ്. തീരദേശ മേഖലയിൽ അനുഭവപ്പെട്ട കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വീടിന്റെ മേൽക്കൂരകൾ തകർന്നു വീഴുകയും മാത്രമല്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ഒപ്പം തന്നെ കടൽക്ഷോഭത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങളാണ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, മലയോര മേഖലകളിൽ കാറ്റ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്നുണ്ട്. സാധാരണ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ പോലും മഴ ആരംഭിച്ചാൽ നഗരത്തിൽ വ്യാപകമായി വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. അത് കഴിഞ്ഞ മാസം അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ഇത്തവണ മഴ കനക്കുന്നുണ്ടെങ്കിലും പക്ഷേ അത്തരത്തിലൊരു ഈ രീതിയിലുള്ള വെള്ളക്കെട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. മാത്രമല്ല, പരക്കെ ഉള്ള ഒറ്റപ്പെട്ട മഴ, അതായത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച് ആ രീതിയിൽ തന്നെയുള്ള പരക്കായുള്ള ഒറ്റപ്പെട്ട മഴയാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ശ്രീജ, ശരി. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കുമരകം ഉൾപ്പെടെ കുട്ടനാടിന്റെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ ഒക്കെ കാര്യമായ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. നിലവിൽ ഈ മധ്യ കേരളത്തിലെ അവസ്ഥ എന്താണ്? മഴ ഇപ്പോൾ അന്തരീക്ഷം കണ്ട് അല്പം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രാത്രി മഴയുണ്ടായിരുന്നു. എന്താണ് അവസ്ഥ?
ശ്രീജ, രാത്രി മഴ ഉണ്ടായിരുന്നു. ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു, അതിശക്തമായ മഴയുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അതിശക്തമായ കാറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോട്ടയം ജില്ലയുടെ മാത്രം കണക്കെടുത്താൽ ഇന്നലെ അതിശക്തമായ കാറ്റാണ് രാത്രി ഉണ്ടായത്. കോട്ടയത്ത് 61 കിലോമീറ്റർ പെർ അവർ എന്ന നിലയിലുള്ള കാറ്റും കുമരകത്ത് 54 കിലോമീറ്റർ. ഈ ഒരു കാറ്റിൽ കോട്ടയം കുമരകം റോഡിൽ ഒരു വൻ മരം കടപുഴകി വീഴുകയും ഏറെ നേരം രാത്രി വൈകി ഗതാഗത തടസ്സം ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ പിന്നീട് അത് മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാറ്റാണ് വലിയ വില്ലനായി നിൽക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇപ്പം മീനച്ചിലാറ്റിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പത്തനംതിട്ടയിൽ കൂടി കടന്നു പോകുന്ന മണിമലയാറ്റിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇടയ്ക്കിടെ അതിശക്തമായ മഴ പെയ്യുന്നു എന്ന നിലയാണുള്ളത്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന മഴയോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയോ എന്ന നിലയിലില്ല. ഇടയ്ക്ക് അതിശക്തമായ മഴ പെയ്യുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വില്ലനായി നിൽക്കുന്ന കാറ്റാണ്. ഇന്നലെ കോട്ടയം ചുങ്കത്ത് ഒരു വലിയ മരം മുറിഞ്ഞു വീണ് ഏതാണ്ട് ഉച്ച കഴിഞ്ഞു. ഏതാണ്ട് 4 മണി 5 മണിയോടുകൂടി മാത്രമാണ് അതെല്ലാം പൂർണ്ണമായും മുറിച്ചു മാറ്റാനായത്. അതുപോലെ തന്നെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ അവിടെ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ പോയപ്പോൾ തൊഴിലാളിയായ മുനിയസ്വാമി റബ്ബർ മരം ഒടിഞ്ഞ് വീണ് ഇതിന്റെ സ്കൂട്ടറിന്റെ മുകളിലേക്ക് വീണ് അദ്ദേഹം മരിക്കുന്ന സാഹചര്യം ഇന്നലെ ഒരു ദുരിതമായി നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ മലയോര മേഖലകളേറെയുള്ള സ്ഥലമാണ് ഈ കോട്ടയം ആയിക്കോട്ടെ, സമീപ ജില്ലകളൊക്കെയും അങ്ങനെയാണ്. അവിടെ ഉരുൾപൊട്ടൽ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു സമയം അത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. കോട്ടയത്ത് തന്നെ മൂന്നിലവും അതേപോലെ തലനാട്, തീക്കോയി, വിവിധ പഞ്ചായത്തുകളുടെ കൂട്ടിക്കൽ പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇത്തരം സാധ്യതാ മേഖലകളുണ്ട്. അപ്പർ കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിനകം തന്നെ വെള്ളം ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ കോട്ടയത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ചങ്ങനാശ്ശേരി താലൂക്കിൽ തുറന്നിട്ടുണ്ട്. അതായത് നിലവിൽ ഇങ്ങനെയല്ല, ഇതിനപ്പുറത്തേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. വെള്ളം അങ്ങോട്ട് കിഴക്കൻ വെള്ളം എത്തുന്ന സമയത്ത് ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പ് കോട്ടയത്തും ചങ്ങനാശ്ശേരി താലൂക്കിലും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മഴ പൂർണ്ണമായും രാവിലെ മാറിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും ഏത് സമയവും പെയ്യാവുന്ന നിലയിൽ തന്നെയാണുള്ളത്. ചാറ്റൽ മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് അത് ശക്തമായി മാറുന്നു. ഇന്നലെ പകൽ കാര്യമായി പെയ്തില്ല, പക്ഷേ രാത്രി നല്ല മഴയായിരുന്നു. ശ്രീജ. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ജാഗ്രതയിൽ തന്നെയാണ് പ്രത്യേകിച്ച് കോട്ടയത്തും അപ്പർ കുട്ടനാടിൻ്റെ മേഖലകളായ കുമരകം പോലെയുള്ള ഭാഗത്തുമൊക്കെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ആശങ്ക ഇപ്പോൾ ഉണ്ടാവുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. KV ബൈജു കാസർഗോഡ് എന്ന്. ബൈജു, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങാൻ പറ്റിയൊരു അവസ്ഥയാണോ കാസർഗോഡ് എന്ന് അറിയില്ല. പലയിടത്തും പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? രാവിലെ നല്ല മഴയുണ്ടോ? ശ്രീജ, ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം. ഇതിന്റെ കരയിൽ താമസിക്കുന്നവരെല്ലാം തന്നെ ആശങ്കയിലാണ്.